നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ചങ്ങരോത്ത് പഞ്ചായത്തിലെ കല്ലൂർ ഭാഗത്തെ വീടുകളിൽ വെള്ളം കയറി. പെരുവണ്ണാമൊഴി അണക്കെട്ടും തുറക്കുന്നതോടെ ഈ പ്രദേശം വെള്ളത്തിലാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ചങ്ങരോത്ത് പഞ്ചായത്ത് കല്ലൂർ കാഞ്ഞിരക്കടവത്ത് ശാരദാചന്ദ്രൻ്റെ വീടും ഏറ്റുമ്മൽ ലൈജീഷിൻ്റെ വീടും വെള്ളത്തിന് നടുവിലായി. ഇനിയും മഴ കനത്താൽ വീടിനകത്തെ വീട്ടുസാധനങ്ങൾ മുഴുവൻ നനഞ്ഞു നശിക്കും. ഇപ്പോൾ വീട്ടിൽ നിന്നും കുടുംബ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണെന്ന് ഇരുവരും പറഞ്ഞു. 2018 വെള്ളം കയറി. 2018 മുതൽ ഇങ്ങോട്ട് ഇയാൾ സ്ഥിരം വർഷം കൂടുന്തോറും വെള്ളം ഞാൻ കയറിക്കൊണ്ടിരിക്കല. അപ്പം ഈ 9 വീട്ടുകാരുടെ ഈ ഏരിയയിൽ 9 വീട്ടുകാരും ഇതന്നെ പരിപാടി. വർഷകാലാകുന്ന നേരം ഇങ്ങനെ വെള്ളം കയറും, ഇയാൾ ഇറങ്ങിപ്പോവും. പിന്നെ വെള്ളം താഴ്ന്ന നേരം രണ്ടാമത്തെ കയറി വരും. ഇതന്നെ പരിപാടി. ഓണം വരുന്ന യാതൊരു ആനുകൂല്യം 2015 കിട്ടിയില്ലാണ്ട് പിന്നെ ആദ്യം വില്ലേജ് നാൾ വരും, ഒന്ന് നോക്കും, ഓര് പോകും. പിന്നെ റേഷനോ അങ്ങനെ ചെയ്തോ ഇതൊന്നും ഇയാൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ബുദ്ധിമുട്ടാണ്. കുറേയെല്ലാം വെള്ളത്തിന് മഴയായാലും വെള്ളത്തിൽ നനഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ ഒക്കെ കഷ്ടപ്പാട് തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ ഉണക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. സമീപത്തെ മുതുവണ്ണാച്ച സ്വദേശി പ്രമോദിന്റെ റബ്ബർ തോട്ടവും വെള്ളത്തിൽ മുങ്ങി. പ്രദേശത്തെ കപ്പ, ചേമ്പ്, ചേന, വാഴകൾ തുടങ്ങിയവയും വെള്ളത്തിൽ മുങ്ങി നശിച്ചു. ഇനിയും ശക്തമായ മഴ പെയ്താൽ നിരവധി വീടുകൾ വെള്ളത്തിലാവും. കല്ലൂർ, ആവള, വടകര റോഡിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. കാരണം ഒന്നാമത് വെച്ചാൽ വെള്ളം കയറുന്ന നേരം ഈ ഇഴജന്തുക്കളും മറ്റ് ചെറിയ പ്രാണികളൊക്കെ തീർത്ത് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ചോറിൻ്റെ മുകളിലേക്കാണ് വന്നെത്തിപ്പെടുന്നത്. അപ്പോൾ മക്കളെയൊക്കെ കൂട്ടി ഇവിടെ നിൽക്കുക പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ അതിനുപരി വെച്ചാൽ നമ്മൾ കൊണ്ടുപോയിടുന്ന വേസ്റ്റുകളുടെ സകല കണ്ടമാന സാധനങ്ങൾ എത്തുന്നത് നമ്മളെ ഈ ചുറ്റടുത്ത് തന്നെയാണ്, ഈ വെള്ളം കയറുന്ന ഏരിയയിലാണ്. പിന്നെ അത് തുടച്ചു നിൽക്കാൻ തന്നെ എങ്ങനെയായാലും ഒരു 2-3 ദിവസം എടുക്കുന്നുണ്ട്. ചങ്ങരോത്ത് പഞ്ചായത്ത് 12-ാം വാർഡ് ഇത് സ്റ്റേഡിയം ഭാഗം. ഇവിടെ 10 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. സ്ഥിരമായ മഴക്കാലമായ വലിയ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ അടക്കം വെള്ളം കയറും. പിന്നെ വീട്ടിൽ വിറക് മറ്റുള്ള സാധനങ്ങളെല്ലാം നനഞ്ഞു പോയത് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. അതുമാത്രമല്ല, ഒരാൾക്ക് രോഗം വന്നാൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. റോഡെല്ലാം വെള്ളത്തിലടിയിലായതിനെ കൊണ്ട് വാഹനം വിളിച്ചാലൊന്നും കിട്ടിയില്ല, ആളുകളും കിട്ടിയില്ല. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട പ്രദേശമായിട്ടാണ് വരുന്നത്. 2018-19 വീടുകളെല്ലാം ഭാഗികമായിട്ട്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.